അതുപോലെ ഒരുപാട് മഹാന്മാര് കണ്ട സംഭവം ജാമിഉൽ കറാമാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട 100 മഹാന്മാരെ പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ കണ്ടു എന്ന് ഉംദത്തിന്റെ തുടക്കത്തിലുണ്ട്. ഇമാമുൽ ഖുറാനി കണ്ടിട്ടുണ്ടെന്ന് കൗസറുൽ ജാരിയിൽ ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അസ്സയൂത്തി റളിയല്ലാഹു അൻഹു കണ്ടതായും 70-ലേറെ തവണ അഭിമുഖ്യം നടത്തിയതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈഖുൽ ഹദീസ് എന്ന് വിളിച്ചതായും ചരിത്രത്തിലുണ്ട്. അങ്ങനെ കണ്ട ഇമാമീങ്ങളുടെ എണ്ണം എത്രയാണ്? എല്ലാ ഇമാമീങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. ഇമാം തർതാസാനി കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് എണ്ണിപ്പറഞ്ഞു തീർക്കാൻ മാത്രമുള്ളവരല്ല, എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഇമാമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. സാധാരണക്കാര് കണ്ടു. ഈ വിഷയം എല്ലായിടത്തും സൂചിപ്പിക്കുന്നയാളെന്ന നിലയ്ക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്. ചിലരൊക്കെ കണ്ടെന്ന് തോന്നിയതാകാം, എല്ലാം ഞാൻ തെളിവായി എടുത്തു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്നാലും ഇവിടെ ഹബീബിനെ അറിയുന്ന മുഹിബ്ബീങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. ഒരുമ്മ കണ്ടിട്ട് എന്നോട് വിളിച്ചു, ഉസ്താദേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷം പറയാൻ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്ത അമല്? 1 കോടി സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ കാണാൻ. അപ്പോഴെനിക്ക് കാണാൻ കഴിഞ്ഞു. അബുൽ മവാഹിബ് ഷാദുലി തങ്ങൾ കണ്ടു. രാത്രിയിലും പകലിലും 1000 വീതം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന മഹത്തായ സൂറത്ത് ഓതിയിരുന്ന മഹാനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ഒരുപാട് മഹാന്മാർ ഹബീബ് തങ്ങളെ കണ്ടത് ബഹുമാനപ്പെട്ട റൗദുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം യാഫഈ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരുമോ? ഇല്ല. ഉമ്മമാരും റസൂലുള്ളാഹി തങ്ങളെ കണ്ട മഹദികളുണ്ട്. എല്ലാവരും സ്വലാത്ത് കൊണ്ട് ചെടുത്തവരാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സുന്നത്തിനെ പരിപാലിച്ചപ്പോഴാണ്, ഓ അഹ്മദ് ബിൻ ഹംബലേ, ഇമാമൻ യുക്തദാ, തുടരപ്പെടാനുള്ള നേതാവായി നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമാമീങ്ങൾ ആഗമാനം ഹബീബിനെ കണ്ടവരാണ്. സാധാരണക്കാർ ഒരു പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടവർ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ ഈ സദസ്സിലുണ്ടാകാം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട യാഫഈ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നു. വീണ്ടും 2-3 ആഴ്ച ഇവിടെ നിൽക്കുന്നു. അവസാനം വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് അദ്ഖുലുൽ മദീന, ഞാൻ മദീനയിൽ കടക്കട്ടെ നബിയേ. 21ാമത്തെ രാത്രിയിൽ വരുന്നു. അന ഫിദ്ദുനിയാ നബിയുക വഫിൽ ആഖിറതി ശഫീഉക വഫിൽ ജന്നതി റഫീഖുക ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ ദുനിയാവിൽ ഞാൻ നിങ്ങളുടെ നേതാവാണ്, നബിയാണ്. ആഖിറത്തിൽ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്. സ്വർഗത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. മതിയോ അബ്ദുല്ലാഹ്? അതേ മദി നബിയേ. അദ്ഖുലുൽ മദീന, അദ്ഖുലുൽ മദീന, ഞാൻ കടക്കട്ടെ നബിയേ മദീനയിലേക്ക്. വന്നോളൂ അബ്ദുല്ലാഹ്.
അങ്ങനെ ഒന്ന് അനുമതി കിട്ടി മദീനയിൽ ചെല്ലാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഹബീബിനെ കാണാനുള്ള നിയോഗം തരട്ടെ. ഒരു തവണയല്ല പലതവണ റസൂലുള്ളാഹിനെ കാണണം മോനെ. അന്യ പെണ്ണിനോടുള്ള പ്രണയം വലിച്ചെറിഞ്ഞ് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ പ്രേമിച്ചോ? കാണാൻ പറ്റും മോനെ. അന്യ ആൺകുട്ടിയെ പ്രേമിച്ച് കൽബ് കേടുവരുത്താതെ പൊന്നു പെങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചോ മോളെ? കാണാം. നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കോ. വൃത്തികെട്ട സിനിമകളിൽ നിന്ന് വിട്ടുനിന്നോ. വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കോ. നിന്റെ മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പുകൾ മുഴുവനും ഒഴിവാക്കിയിട്ട് പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും ഹബീബിന്റെ മദ്ഹും വരട്ടെ. നിന്റെ കാതിലേക്ക് സ്വലാത്ത് വരട്ടെ, കൽബിൽ സ്വലാത്ത് ഉയരട്ടെ. അങ്ങനെ ശുദ്ധമായ ഒരു ജീവിതം നയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബിനെ കാണാം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഗ്രൂപ്പ് ഭേദങ്ങളുടെ പേരിൽ നമ്മൾ തർക്കിക്കേണ്ടവരല്ല. നമ്മളെല്ലാം ഹബീബിന്റെ മുഹിബ്ബീങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മളെല്ലാം റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. അല്ലാതെ നമ്മൾ സംഘടനാപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഹബീബിന്റെ മദ്ഹ് പറയുന്നിടത്ത് മാറി നിൽക്കല്ലേ. നമുക്കൊരുമിച്ച് നിൽക്കാം. ശംസുൽ ഉലമായി കെ ഉസ്താദ് വിളിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, കണ്ണിയത്ത് ഉസ്താദ് വിളിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ജീവിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അതുപോലെ നമ്മുടെ സാദാത്തുക്കളൊക്കെ ജീവിച്ചു പോയ താഹിറുൽ ഹുദൽ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരേ അഖീദയിലേക്കാണ് വിളിക്കുന്നത്. ഒരേ നബിയെയാണ് ഇഷ്ടം വെക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മുടെ എല്ലാം വിരോധികളാണ്. അവർ ഹബീബിന്റെ വിരോധികളാണ്. റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുന്നവരുടെ വിരോധികളാണ്. അതുകൊണ്ട് കൽബിൽ മഹബ്ബത്ത് വരട്ടെ. യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കേ വാസ്തേ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഹബീബിനെ കാണാൻ ഈ നിൽക്കുന്ന നൃത്തം ഞങ്ങൾക്ക് കാരണമാക്കി തരണമല്ലാഹ്. ഒരു തവണയെങ്കിലും ഹബീബിനെ രാത്രി കിടന്നുറങ്ങുമ്പോ കാണണം. പകല് മുഴുവനും ആ ഹബീബിന്റെ ദീനിന്റെ നുസ്റത്തിലായി ജീവിക്കണം. ശബ്ദം അവസാനിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. ജീവൻ ഒടുങ്ങുന്നത് വരെ ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കണം. ആസ്വാദനം മുഴുവനും ഹബീബിനെ കണ്ടുകൊണ്ടാകണം. രസം മുഴുവനും റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നതിലാകണം. അധികാരമാഗ്രഹമില്ല, ആവശ്യമില്ല. ഹബീബിന്റെ ഉമ്മരപ്പടിയിലെ സേവകനാകണം. മദീനത്തെ മണൽത്തരിയായി മാറിയെങ്കിൽ എത്ര ഭാഗ്യമാണ്. ഹബീബിന്റെ ചാരത്ത് കിടക്കാമല്ലോ. മദീനത്തെ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടന്നാൽ എന്തു രസമാണ്. ഹബീബിന്റെ കുബ്ബയെ തഴുകിപ്പോകാമല്ലോ. മദീനത്തെ അരുവിയായാൽ എന്തു രസമാണ്. ഹബീബിന്റെ മണ്ണിനെ നനച്ചുകൊണ്ടിരിക്കാമല്ലോ. ഹബീബിന്റെ പള്ളിയിലെ ഒരു പ്രാവായിരുന്നെങ്കിൽ അവിടുത്തെയുടെ മുമ്പിൽ പോയിട്ടൊന്ന് സങ്കടം പറയാമായിരുന്നു. ഒരു പാസ്പോർട്ടുമില്ലാതെ മദീനയിൽ നിൽക്കാമായിരുന്നു. ഒരു വിസയുമില്ലാതെ അവർക്കിറങ്ങാമായിരുന്നു. അവിടെ മുറ്റത്തിടുന്ന ഗോതമ്പ് കൊത്തിത്തിന്നുകൊണ്ട് ജീവിക്കാമായിരുന്നു. കാഷ്ടിക്കാൻ തോന്നുമ്പോ മദീനയുടെ പുറത്ത് പറന്നു പോകാമായിരുന്നു. പക്ഷേ ആയില്ലല്ലോ. മദീനയിലെ പറവയായിരുന്നെങ്കിൽ
എത്ര ഭാഗ്യമായിരുന്നു, ആ ഭാഗ്യം നമുക്കില്ലാതെ പോയി. ഇനിയൊന്ന് ഇഷ്ക് വെച്ച് പ്രണയം വെച്ച് മദീനയിലെത്തണം. യാ റസൂലല്ലാഹ്, ഞങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. അല്ലാഹു അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് മരണം വരെ പറയാനും പറയുന്നതിനേക്കാൾ വലിയ മഹബ്ബത്ത് ഖൽബിൽ ഉൾക്കൊള്ളാനും അവസാനം അവിടുത്തെയുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും ഞങ്ങൾക്ക്